Good morning. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെഡിക്കൽ ഓക്കെ എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 32. ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ചാപ്റ്റർ 32. ഓക്കെ. അപ്പൊ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ്? ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണ്? ഹോസ്പിറ്റലിൽ നിന്നും ക്ലിനിക്കുകളിൽ നിന്നും അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഇത്തരം വേസ്റ്റുകളെ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്, സെഗ്രിഗേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വേർതിരിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമ്മൾ സ്പില്ലേജ് മാനേജ്മെന്റ് പഠിച്ചില്ലേ, അതിലെ മെജോറിറ്റി കാര്യങ്ങൾ തന്നെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. ക്ലിയർ ആണോ എല്ലാവർക്കും? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് നോക്കിക്കോളൂ. The amount of garbage produced by healthcare institutions has increased as a result of growing medical advancement and new hospital construction for better healthcare. Nowadays, ഇപ്പോഴെന്താണ് ഈ കാലഘട്ടത്തിൽ എന്താ കണ്ടുവരുന്നത്? പുതിയ പുതിയ ടെക്നോളജീസ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഹോസ്പിറ്റലുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് വരുന്നതിനനുസരിച്ച് പുതിയ ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യുന്നു? പണിതുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം ഒരു ബെറ്റർ ഹെൽത്ത് കെയറിന് വേണ്ടി എന്താണ് പുതിയ ഹോസ്പിറ്റലുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പുതിയ ടെക്നോളജീസ്, അഡ്വാൻസ്ഡ് ടെക്നോളജീസും കൊണ്ടുവരുന്നു. അപ്പൊ ഈ രണ്ട് പ്രോഡക്റ്റിൽ നിന്നും, ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും ധാരാളം വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലേ. പുതിയ ഹോസ്പിറ്റൽ വരുമ്പോ എന്താണ് വേസ്റ്റുകൾ കൂടും, ക്വാണ്ടിറ്റി വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റി കൂടുന്നുണ്ട്. അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ടെക്നോളജി മൂലവും പലതരത്തിലുള്ള വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ക്ലിയർ ആണോ? Then both waste from any medical practice in healthcare facilities, testing centers and laboratories are referred to as healthcare waste or biomedical waste. അപ്പോൾ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ്? ഇത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാത്തരം വേസ്റ്റുകളും അറിയപ്പെടുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് കെയർ വേസ്റ്റ് എന്നാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാത്തരം വേസ്റ്റുകളും കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്നാണ്. Then healthcare workers, the general public and the nearby flora and fauna are all at risk from hospital trash. ഹോസ്പിറ്റലിൽ നിന്നുള്ള ഈ ട്രാഷ് മൂലം, ട്രാഷ് എന്താ? വേസ്റ്റ്. ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ മൂലം ഈ വേസ്റ്റ് ആരെയെല്ലാമാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ ജനറൽ സാധാരണ ആളുകളെ, പബ്ലിക്കിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നിയർബൈ ഉള്ള അടുത്തുള്ള ഫ്ലോറ ആൻഡ് ഫോണ, സസ്യജാലങ്ങളെയും ജന്തുജാലങ്ങളെയും ഈ ഹോസ്പിറ്റലിൽ നിന്നുള്ള ട്രാഷ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഫ്ലോറ ആൻഡ് ഫോണ, സസ്യജാലങ്ങളെയും ജന്തുജാലങ്ങളെയും എന്താണ് ഈ ട്രാഷ് ഹോസ്പിറ്റലിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വേസ്റ്റ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. Hospital and other healthcare facilities, issues with waste disposal have grown to be a cause of rising concern. എന്താ അതിൽ പറയുന്നത്? ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, ഇത്തരം ഹോസ്പിറ്റൽസ് ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ എന്താണ്? ഈ വേസ്റ്റുകളെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യാം. ഓക്കെ, ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസ് ആണ് അവർ മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്നത്. ധാരാളം ക്വാണ്ടിറ്റി, നമ്മൾ എങ്ങനെ പറഞ്ഞു, ലാർജ് എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി ആണ് ഹോസ്പിറ്റലിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അല്ലെ. ഇത്തരം ക്വാണ്ടിറ്റിയിലുള്ള ഈ വളരെയധികം ക്വാണ്ടിറ്റിയുള്ള ഈ വേസ്റ്റുകളെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം, ആ രീതിയിലുള്ള ഇഷ്യൂസ് ആണ് മെജോറിറ്റി ഹോസ്പിറ്റൽസും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം. Then the majority of nations worldwide, especially developing countries, are facing a difficult situation as a result of environmental pollution caused by pathological waste generated by growing population and the resulting rapid growth in the number of healthcare centers.
ഓക്കെ, വേൾഡ് വൈഡ് ആയിട്ട് എല്ലാ രാജ്യക്കാരും, ഡെവലപ്പിംഗ് കൺട്രീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ് ആയിക്കോട്ടെ, അവരും ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലംസ് എന്താണ്? എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണ് അല്ലേ? എന്താ എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാല്? പരിസ്ഥിതി മലിനീകരണം അല്ലെ? എല്ലാ രാജ്യക്കാരും ഫേസ് ചെയ്യുന്ന മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണ്. ഏത് കാര്യം കൊണ്ടാണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാകുന്നത്? വർദ്ധിച്ചു വരുന്ന, ഗ്രോ ചെയ്തു വരുന്ന പോപ്പുലേഷൻ മൂലവും അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പത്തോളജിക്കൽ വേസ്റ്റ് അല്ലെ, ഹ്യൂമൻസിന്റെ ഓർഗൻസ്, ടിഷ്യൂസ് പോലുള്ള പത്തോളജിക്കൽ വേസ്റ്റ് മൂലവും എന്താണ്? എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു പ്രോബ്ലം ആണ് എല്ലാ നേഷൻസും ഫേസ് ചെയ്യുന്ന മെയിൻ ഇഷ്യൂസ്. ഓക്കെ, അതിന്റെ ഫലമായിട്ട് എൻവയോൺമെന്റൽ പൊല്യൂഷന്റെ ഫലമായിട്ട് എന്താണ്? അസുഖങ്ങൾ ആളുകൾക്ക് കൂടുതലായിട്ട് പിടിപെടുന്നു. ഓക്കെ, അതിന്റെ റിസൾട്ട് ആയിട്ട് എന്ത് വരുന്നു? കൂടുതൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പണിതുകൊണ്ടുവരുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഹോസ്പിറ്റൽസിന്റെ എണ്ണം, എൻവയോൺമെന്റൽ പൊല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് എന്താണ്? ഹോസ്പിറ്റൽസിന്റെ എണ്ണവും കൂടി വരുന്നു. അപ്പൊ ഇൻട്രൊഡക്ഷൻ പാർട്ട് ക്ലിയർ ആണോ? എന്തൊക്കെയാ പറഞ്ഞത് അതില്? എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ്? ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എല്ലാ ടൈപ്പ് ഓഫ് വേസ്റ്റുകളും കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്നാണ്. ഓക്കെ, ഇതെല്ലാം ആരെയെല്ലാമാണ് അഫക്ട് ചെയ്യുന്നത്? ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ അഫക്ട് ചെയ്യുന്നുണ്ട്, ജനറൽ പബ്ലിക്കിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആരൊക്കെ ആയിരിക്കാം? ഫ്ലോറ ആൻഡ് ഫോണ, നിയർ ബൈ, അടുത്തുള്ള സസ്യജാലങ്ങളെയും ജന്തുജാലങ്ങളെയും ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ നേഷൻസും ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ഏതാണ്? എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണ് അല്ലേ? പരിസ്ഥിതി മലിനീകരണമാണ്. എങ്ങനെയാണ് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നത്? വർദ്ധിച്ചു വരുന്ന പോപ്പുലേഷൻ മൂലവും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന പാത്തോളജിക്കൽ വേസ്റ്റുകൾ കൂടുന്നത് മൂലവും എങ്ങനെയാണ്? പരിസ്ഥിതി പൊല്യൂട്ടഡ് ആകുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഫലമായിട്ട് ആളുകൾക്ക് അസുഖം കൂടുകയും പുതിയ പുതിയ ഹോസ്പിറ്റൽസിന്റെ എണ്ണം കൂടി വരികയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിക്കോളൂ. വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ് ഓർ BMW? ഓക്കെ, BMW, ബയോമെഡിക്കൽ വേസ്റ്റ്. BMWന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിച്ചാൽ എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ്. Biomedical waste or hospital waste is any kind of waste containing infectious materials produced during the treatment of both people and animal as well as during study involving biologics. ഓക്കെ, അപ്പൊ അതിലെന്താ പറയുന്നത്? പീപ്പിൾസിനെയോ അനിമൽസിനെയോ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ ഇൻഫെക്ഷസ് മെറ്റീരിയൽസും ബയോമെഡിക്കൽ വേസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണ്? റെഫേഴ്സ് ടു വേസ്റ്റ് ജനറേറ്റഡ് ഫ്രം മെഡിക്കൽ ഓർ ബയോളജിക്കൽ ആക്ടിവിറ്റീസ്. മെഡിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് മൂലം ജനറേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ വേസ്റ്റുകളും ബയോമെഡിക്കൽ വേസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നോട്ട് ചെയ്തോളതൊന്നും. ബയോമെഡിക്കൽ വേസ്റ്റ് ഓൾസോ നോൺ ആസ് മെഡിക്കൽ ഓർ ഹെൽത്ത് കെയർ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് ഓൾസോ നോൺ ആസ് medical or healthcare waste, comma, refers to waste generated from ഒന്നുകൂടെ പറയൂ സർ. പറയാം. ബയോമെഡിക്കൽ വേസ്റ്റ് ഓൾസോ നോൺ ആസ് മെഡിക്കൽ ഓർ ഹെൽത്ത് കെയർ വേസ്റ്റ്. Biomedical waste also known as medical or healthcare waste. Refers to waste generated from medical or biological activities. ഒന്നുകൂടെ പറയൂ മാം, നെറ്റ് കട്ടാവുന്നുണ്ടായിരുന്നു. ഓക്കെ, പറയാം. ബയോമെഡിക്കൽ വേസ്റ്റ് ഓൾസോ നോൺ ആസ് medical or healthcare waste. Refers to
waste generated from medical or biological activities. Medical or biological activities. കിട്ടിയോ? എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ്? ഓൾസോ നോൺ ആസ് മെഡിക്കൽ ഓർ ഹെൽത്ത് കെയർ വേസ്റ്റ് refers to waste generated from മെഡിക്കൽ ഓർ ബയോളജിക്കൽ ആക്ടിവിറ്റി. ബയോളജിക്കൽ ആക്ടിവിറ്റീസ്. എന്താണ്? ബയോളജിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ ആക്ടിവിറ്റീസിലൂടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എല്ലാ വേസ്റ്റുകളും മെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് വെച്ചാൽ ആൻസർ ഉണ്ടല്ലോ. ക്ലിയർ അല്ലേ? Then objectives of BMW അല്ലെങ്കിൽ objectives of managing biomedical waste. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ് ചെയ്യേണ്ടതിന്റെ ഒബ്ജക്റ്റീവ്സ്, എയിംസ് എന്തൊക്കെയായിരിക്കാം? ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. ഫസ്റ്റ് എന്താണ്? To lessen the quantity of waste that must be treated as noxious waste. എന്താ noxious waste? ടോക്സിക് ആയിട്ടുള്ള ഹാനികരമായിട്ടുള്ള വേസ്റ്റുകളാണ് നോക്ഷ്യസ് വേസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? To lessen the quantity of waste that must be treated as noxious waste. നോക്ഷ്യസ് വേസ്റ്റിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, ഹാനികരമായിട്ടുള്ള ടോക്സിക് വേസ്റ്റിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് എന്താണ്? To lessen the quantity of noxious waste. നോക്ഷ്യസ് വേസ്റ്റിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. നെക്സ്റ്റ് വൺ എന്താണ്? To lessen the exposability risk to noxious healthcare waste for workers. ഈ ടോക്സിക് വേസ്റ്റ് മൂലം ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഉണ്ടാകാവുന്ന റിസ്ക് റെഡ്യൂസ് ചെയ്യുക. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ടോക്സിക് വേസ്റ്റിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. രണ്ടാമത്തെ എന്തായിരുന്നു? ടോക്സിക് വേസ്റ്റ് മൂലം ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഉണ്ടാകാവുന്ന റിസ്കുകൾ എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. ആൻഡ് ദ തേർഡ് വൺ, to reduce the price of treatment and disposal of medical waste. മെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസലിന്റെയും ട്രീറ്റ്മെന്റിന്റെയും പ്രൈസ് റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ഫോർത്ത് വൺ, to enable the reuse of non-hazardous general waste. നോൺ ഹസാഡസ് ആയിട്ടുള്ള എന്താണ്? ഡേഞ്ചർ അല്ലാത്ത ജനറൽ വേസ്റ്റുകൾ എന്ത് ചെയ്യുക? റീയൂസ് ചെയ്യുക. വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ജനറൽ വേസ്റ്റുകളെ റീയൂസ് ചെയ്യുക. അപ്പൊ ഏതൊക്കെയാണ് BMW ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ടോക്സിക് വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. രണ്ടാമത്തെ എന്തായിരുന്നു? ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് ഉണ്ടാകാൻ ചാൻസസ് ഉള്ള അല്ലെ ഈ ഇത്തരത്തിലുള്ള ടോക്സിക് വേസ്റ്റ് മൂലം ഉണ്ടാകാൻ ഇടയുള്ള റിസ്കുകൾ റെഡ്യൂസ് ചെയ്യുക. അതേപോലെ തന്നെ മെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് വരുന്നതും ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രൈസ് റെഡ്യൂസ് ചെയ്യുക. പിന്നെന്തായിരുന്നു ലാസ്റ്റ് വൺ? നോൺ ഹസാഡസ് ജനറൽ വേസ്റ്റ് എന്നാണ് റീയൂസ് ചെയ്യുക. അപകടകരമല്ലാത്ത വേസ്റ്റുകൾ എന്ത് ചെയ്യുക? റീയൂസ് ചെയ്യുക. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയൂ മാം. മെഡിക്കൽ വേസ്റ്റ് എന്തോ ഒന്നുകൂടി പറയോ? പറയാം. എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് BMW? ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? എന്താണ്? നോക്ഷ്യസ് വേസ്റ്റ് അല്ലെങ്കിൽ എന്താണ്? ടോക്സിക് വേസ്റ്റിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക. രണ്ടാമത്തെ എന്താണ്? ഇത്തരത്തിലുള്ള ടോക്സിക് വേസ്റ്റ് മൂലം ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഉണ്ടാകാൻ ചാൻസ് ഉള്ള റിസ്കുകൾ, അപകട സാധ്യതകൾ റെഡ്യൂസ് ചെയ്യുക. മൂന്നാമത്തേത് എന്താ? മെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് വരുന്നതും ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രൈസ് റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, മൂന്നാമത്തെ എന്താണ്? ജനറൽ വേസ്റ്റ്, നോൺ ഹസാഡസ് ആയിട്ടുള്ള അപകടകരമല്ലാത്ത വേസ്റ്റുകൾ, ജനറൽ വേസ്റ്റുകളെ റീയൂസ് ചെയ്യുക. റിസൈക്കിൾ ചെയ്യാൻ കഴിയുന്ന ധാരാളം വേസ്റ്റുകൾ ഉണ്ട്, ജനറൽ വേസ്റ്റുകൾ ഉണ്ട് അല്ലെ? അത്തരം വേസ്റ്റുകളെ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ളതാക്കി മാറ്റുക, റീയൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ദെൻ ഹൂ ഈസ് അറ്റ് റിസ്ക്? ഇത്തരത്തിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് ആരെയെല്ലാം ആയിരിക്കാം അഫക്റ്റ് ചെയ്യുന്നത്? ആരെയെല്ലാം ആയിരിക്കാം ബാധിക്കുന്നത്? ഡോക്ടേഴ്സ്, നേഴ്സ്.
ഡോക്ടേഴ്സിന് അല്ലേ, നേഴ്സ്, പിന്നെ ആരാണ്, പേഷ്യൻസ്, ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്റ്റാഫ്, വേസ്റ്റ് കളക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്റ്റാഫ്, വേസ്റ്റ് കളക്ട് ചെയ്യുകയും ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട്, അവരെ ബാധിക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ജനറൽ പബ്ലിക് ആൻഡ് എൻവയോൺമെന്റ്, സാധാരണ ജനങ്ങളെയും അതേപോലെ തന്നെ പരിസ്ഥിതിയെയും. സ്ക്രീൻ ഓക്കെ, റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? ആരെയൊക്കെ ബാധിക്കാം? ജനറൽ പബ്ലിക്കിനെയും അതേപോലെ തന്നെ പരിസ്ഥിതിയെയും ഇത്തരത്തിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. എങ്ങനെയെല്ലാം ആയിരിക്കാം ബാധിക്കുന്നത്? ഡോക്ടേഴ്സ്, നേഴ്സസ്, അവരെ ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. പലതരത്തിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ട്, നമ്മൾ സ്പില്ലേജിൽ പഠിച്ചു. ഏതൊക്കെയായിരുന്നു അത്? ഷാർപ്സ് വരാം അല്ലേ, കെമിക്കൽ വരാം, കെമിക്കൽ വേസ്റ്റ് ഉണ്ടാകാം, ഷാർപ്സ് വേസ്റ്റ് ഉണ്ടാകാം, അതേപോലെ തന്നെ പിന്നെ ഏതായിരുന്നു, മെർക്കുറി വേസ്റ്റുകൾ വരാം, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്, ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേസ്റ്റുകൾ ഉണ്ടാകാം. ഓക്കെ, ഇതെല്ലാം ഡോക്ടേഴ്സിനെയോ നേഴ്സസിനെയോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാഫിനെയോ ഈവൻ പേഷ്യന്റിനെ വരെയും അഫക്റ്റ് ചെയ്യാം. ഓക്കെ, ഇഞ്ചുറീസ് ഉണ്ടാകുന്നുണ്ട്. ഷാർപ്സ് പോലുള്ള നീഡിൽസ്, സ്കാൽപ്പൽസ്, നൈഫ്സ് പോലുള്ള ഷാർപ്സ് ഒബ്ജക്ട്സുകൾ, അതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും ഇഞ്ചുറീസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇഞ്ചുറീസിലൂടെ ഇൻഫെക്ഷൻസ് വരാനും ചാൻസസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഹോസ്പിറ്റൽ സ്റ്റാഫ് അല്ലെ, ഇത് കളക്ട് ചെയ്യുന്ന വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സ്റ്റാഫുകള്, ഡിസ്പോസ് ചെയ്യുന്ന സ്റ്റാഫുകള്, അവരെയെല്ലാം ഇത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആ സമയത്ത് പറഞ്ഞിരുന്നു, ഒരു ചാപ്റ്ററിൽ ഒരു ടോപ്പിക്കിൽ പഠിച്ചിരുന്നു, എല്ലാ ഡിസ്പോസ് ചെയ്യുന്ന വേസ്റ്റ് കളക്ട് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും പ്രോപ്പർ ആയിട്ട് ഗ്ലൗസ് വെയർ ചെയ്യണം, അതേപോലെ തന്നെ കാല് എന്താണ് കവർ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? എന്തിനു വേണ്ടിയാണ്? ഇത്തരത്തിലുള്ള വേസ്റ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതിലൂടെ ഇഞ്ചുറീസ് ഉണ്ടാകാനും ഇൻഫെക്ഷൻ വരാനും കാരണമാകുന്നുണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും എന്താണ്, പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. ഓക്കെ, അപ്പൊ ആരെല്ലാമാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് അഫക്ട് ചെയ്യുന്നത്? ആർക്കൊക്കെയാണ് റിസ്ക്, അപകട സാധ്യതകൾ ഉള്ളത്? ആർക്കൊക്കെയാണ്? ഡോക്ടേഴ്സിന് വരാം അല്ലെ, ഡോക്ടേഴ്സ്, നേഴ്സസ്, പേഷ്യന്റ്, ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്റ്റാഫ്, വേസ്റ്റ് കളക്ഷൻ സ്റ്റാഫ് ആൻഡ് ഡിസ്പോസൽ സ്റ്റാഫ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ജനറൽ പബ്ലിക് ആൻഡ് എൻവയോൺമെന്റ്. ഇവരെയെല്ലാം ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ബാധിക്കുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ്? പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ, പ്രോപ്പർ ആയിട്ട് ഡിസ്പോസൽ ചെയ്തില്ലെങ്കിലാണ് ഇത് ഇവരെ ഡയറക്റ്റ് ബാധിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സോഴ്സസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സോഴ്സ് ഏതെല്ലാമാണ്? The primary contributor to the production of medical waste are primary and secondary source. ഏതൊക്കെയാണ്? പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സിൽ നിന്നുമാണ് കൂടുതലായിട്ട് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സ് ആയിട്ട് വരുന്നത്? ഏതൊക്കെയായിരിക്കാം? നോക്കൂ, പ്രൈമറി സോഴ്സ് ഇൻക്ലൂഡ് വേസ്റ്റ് ക്രിയേറ്റഡ് ഇൻ ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് സെന്റർ, ഡയാലിസിസ് സെന്റർ, മെറ്റേണിറ്റി ഹോംസ്, ബ്ലഡ് ബാങ്ക്, റിസർച്ച് ലാബ്, ഇമ്മ്യൂണൈസേഷൻ സെന്റേഴ്സ് ആൻഡ് ഓട്ടോപ്സി സെന്റേഴ്സ്. ഇത്തരം ഫെസിലിറ്റീസ് ആണ് പ്രൈമറി സോഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, പ്രൈമറി സോഴ്സിൽ നിന്നും സെക്കൻഡറി സോഴ്സിൽ നിന്നുമാണ് കൂടുതലും ബയോമെഡിക്കൽ വേസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ പ്രൈമറി സോഴ്സസ് ഏതെല്ലാമാണ്? ഹോസ്പിറ്റൽ വരുന്നുണ്ട് അല്ലെ, മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് സെന്റർ, ഡയാലിസിസ് സെന്റർ, മെറ്റേണിറ്റി ഹോംസ്, ബ്ലഡ് ബാങ്ക്, റിസർച്ച് ലാബ്, ഇമ്മ്യൂണൈസേഷൻ സെന്റർ ആൻഡ് ഓട്ടോപ്സി സെന്റർ. ഹോസ്പിറ്റലിൽ നിന്നും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് സെന്റർ, ഇവിടെ നിന്നെല്ലാം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വേസ്റ്റ് ഏതൊക്കെയായിരിക്കാം? ഏതൊക്കെയായിരിക്കാം? ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജ്, ബ്ലഡ് വരാം അല്ലെ, ബ്ലഡ് വേസ്റ്റ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ബ്ലഡുമായിട്ട് കോൺടാക്റ്റിൽ വന്ന മെറ്റീരിയൽസ് ഉണ്ടാകാം. ദെൻ ഫ്ലൂയിഡ്, ബോഡി ഫ്ലൂയിഡ്സ്. ഓക്കെ, ദെൻ ഷാർപ്സ്, നീഡിൽ, ഷാർപ്സ് അല്ലെ, നീഡിൽസ്, സ്കാൽപ്പൽസ്, നൈഫ് പോലുള്ള ഷാർപ്സ് വരാം. ഓക്കെ, ഷാർപ്സ് ഒരു വേസ്റ്റ് ഐറ്റം ആയിട്ട് വരാം. ദെൻ കെമിക്കൽ വേസ്റ്റ്, കെമിക്കൽ വേസ്റ്റ് വരാം അല്ലെ, വെരി ഗുഡ്. പിന്നെന്താണ്? ഉപയോഗിക്കാത്ത എക്സ്പയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത മരുന്നുകൾ വരാം, മെഡിസിൻസ് വരാം അല്ലെ. പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ? മെർക്കുറി വേസ്റ്റ്, മെർക്കുറി, വെരി ഗുഡ്. യൂസ്ഡ് മാസ്ക്, PPE അല്ലെ, നമ്മൾ ഉപയോഗിച്ച PPE, മാസ്ക്, ഗ്ലൗസ് പോലുള്ളവ വേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ദെൻ
വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്രൈമറി സോഴ്സസ്. ഹോസ്പിറ്റലിൽ നിന്നും, മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് സെന്റർ, ഇവരിൽ നിന്ന് ഇവിടെ ഇത്തരം സെന്ററുകളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളാണ്. ഏതെല്ലാമാണ്? PPE വരം ഉപയോഗിച്ച PPE, പിന്നെന്തായിരുന്നു? മാസ്ക്, ഗ്ലൗസ്, പിന്നെന്തായിരുന്നു? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, ആഫ്റ്റർ സർജറി ബയോമെഡിക്കൽ വേസ്റ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്. ദെൻ ഡയാലിസിസ് സെന്റർ. ഡയാലിസിസ് സെന്ററിൽ നിന്നും ഏത് രീതിയിലുള്ള വേസ്റ്റുകളാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? ഏതൊക്കെ വരാം അവിടെയും? മെഡിസിൻസ് വരാം അല്ലേ, അല്ലെങ്കിൽ ബ്ലഡ് വരാം. പിന്നെന്താണ്? ബ്ലഡ് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന നീഡിൽസ്, അപ്പോ വെയർ ചെയ്യുന്ന ഗ്ലൗസ്, ഓക്കെ, PPE എല്ലാം വേസ്റ്റ് ആയിട്ട് വരാം. അതേപോലെ തന്നെ മെറ്റേണിറ്റി ഹോംസ് ആണെങ്കിലോ, ചൈൽഡ് ബർത്ത് പ്രോസസ് നടക്കുന്ന എന്താണ് പ്ലേസസ് ആണ് മെറ്റേണിറ്റി ഹോംസ്. ഓക്കെ, അവിടെ നിന്നും ഏത് രീതിയിലുള്ള വേസ്റ്റുകൾ വരാം? ബോഡി ജനറൽ വേസ്റ്റ്. ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടായിരിക്കാം. ദെൻ പിന്നെന്താണ്? ബ്ലഡ്, ബോഡി യൂസ്. കബോർഡ് വേസ്റ്റ്. എന്തോ ക്ലിയർ ആയില്ല. പേപ്പർ, കബോർഡ് വേസ്റ്റ് ഒക്കെ. ഓക്കെ, പേപ്പർ, കബോർഡ് വേസ്റ്റുകൾ വരാം. പിന്നെന്താണ്? നീഡിൽസ്, അദ്ദേഹത്തെ പറഞ്ഞ പോലെ ഗ്ലൗസ്, ഓക്കെ, PPE യൂസ് ചെയ്ത PPE വരാം. ദെൻ പ്ലാസെന്റ വരാം അല്ലേ, അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുന്നുണ്ട്, അതൊരു വേസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇത്തരം വേസ്റ്റുകൾ മെറ്റേണിറ്റി ഹോംസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ദെൻ ബ്ലഡ് ബാങ്ക്, റിസർച്ച് ലാബ്, ഇമ്മ്യൂണൈസേഷൻ സെന്റർ ആൻഡ് ഓട്ടോപ്സി സെന്റർ. ബ്ലഡ് ബാങ്കിൽ നിന്നും ഏതാണ്? ബ്ലഡ് വരാം. നീഡിൽസ്, ബ്ലഡ് എടുക്കാനായിട്ട് യൂസ് ചെയ്ത നീഡിൽസ്, ഗ്ലൗസ്, ഓക്കെ, PPE പോലുള്ള വേസ്റ്റുകൾ വരാം. അതേപോലെ തന്നെ റിസർച്ച് ലാബിൽ നിന്നും വരാം. ഇമ്മ്യൂണൈസേഷൻ സെന്ററിൽ ഏതൊക്കെ വരാം? നമ്മൾ എന്താണ് വാക്സിൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന നീഡിൽസ് വരാം. അതേപോലെ തന്നെ ഏതാണ്? ഗ്ലൗസ്, PPE, യൂസ് ചെയ്യാത്ത മെഡിസിൻസ് അല്ലെങ്കിൽ എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിസിൻസ് വരാം. ഇതിന് എന്താണ് ഓട്ടോപ്സി സെന്റർ? ഓട്ടോപ്സി സെന്റർ എന്താണ്? പോസ്റ്റ്മോർട്ടം. പോസ്റ്റ്മോർട്ടം സെന്റർ ആണ്. ഓക്കെ, യൂസ്ഡ് കോട്ടൺ, കോട്ടൺ വരാം. ഓക്കെ, ഉപയോഗിച്ച കോട്ടൺ വരാം. ദെൻ ഓട്ടോപ്സി സെന്ററിൽ എന്തൊക്കെയായിരിക്കാം? ഷാർപ്പ് വേസ്റ്റ്. ഷാർപ്സ് വേസ്റ്റ് വരാം. PPE, ഗ്ലൗസ്, മാസ്ക്. ബ്ലഡ് ഫ്ലൂയിഡ്, പിന്നെന്തായിരുന്നു? PPE, മാസ്ക്, ഗൗൺസ് പോലുള്ള വേസ്റ്റുകൾ ഈ പ്രൈമറി സോഴ്സിൽ നിന്നും എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രൈമറി സോഴ്സിൽ നിന്നും സെക്കൻഡറി സോഴ്സിൽ നിന്നുമാണ് മെജോറിറ്റി വേസ്റ്റും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ പ്രൈമറി സോഴ്സ് ചോദിച്ചാൽ ഏതെങ്കിലും എഴുതാലും ഇതെല്ലാം. പ്രൈമറി സോഴ്സിന് എക്സാമ്പിൾ ചോദിച്ചാൽ ഏതെല്ലാം എഴുതാൻ പറ്റും? ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജ്, ഓക്കെ, നഴ്സിംഗ് സെന്റർ, ഡയാലിസിസ് സെന്റർ, മെറ്റേണിറ്റി ഹോം, ബ്ലഡ് ബാങ്ക്, റിസർച്ച് ലാബ്സ്, ഇമ്മ്യൂണൈസേഷൻ സെന്റർ, ഓട്ടോപ്സി സെന്റർ. ഓക്കെ, ഇതെല്ലാം പ്രൈമറി സോഴ്സസ് ആണ്. ദെൻ സെക്കൻഡറി സോഴ്സസ് ഏതൊക്കെയായിരിക്കാം? ഓൺ ദ അതർ ഹാൻഡ് ഇൻക്ലൂഡ് ഹൗസ് ഹോൾഡ്, ഇൻഡസ്ട്രീസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇതെല്ലാമാണ് സെക്കൻഡറി സോഴ്സസ് ആയിട്ട് വരുന്നത്. ഓക്കെ, സാധാരണ ഒരു വീടുകളിൽ ഏത് രീതിയിലുള്ള വേസ്റ്റുകളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? ഫുഡ് വേസ്റ്റ് ഉണ്ടാകാം അല്ലെ, പേപ്പർ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ വരാം. അതേപോലെ തന്നെ ഒരു പേഷ്യന്റ് ഉണ്ടെങ്കിൽ പേഷ്യന്റിനെ ടേക്ക് കെയർ ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? നീഡിൽസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ, ഇഞ്ചക്ഷൻ എടുക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ, ഷുഗർ പേഷ്യന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ സ്ക്രീൻ. ഓക്കെ, റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജോ? അത്തരത്തിലുള്ള പേഷ്യന്റ് വീടുകളിൽ ഉണ്ടെങ്കിൽ ഏതൊക്കെ വേസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാകാം? വൈപ്സ് ഉണ്ടാകാം, ചിലപ്പോൾ കോട്ടൺസ് യൂസ് ചെയ്യുന്നുണ്ടാകാം അല്ലെ, ഷാർപ്സുകൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണ്? മെഡിസിൻസ് കാണാം അല്ലെ, എക്സ്പയർഡ് ആയിട്ടുള്ള ചിലപ്പോൾ ഉപയോഗിക്കാത്ത മെഡിസിൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? അതേപോലെ തന്നെയാണ് ഇൻഡസ്ട്രീസിൽ നിന്നും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഏതൊക്കെ സോഴ്സ് ആണ്? പ്രൈമറി സോഴ്സിൽ നിന്നും സെക്കൻഡറി സോഴ്സിൽ നിന്നുമാണ് കൂടുതലായിട്ട് ബയോമെഡിക്കൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഒരു ടോപ്പിക് ക്ലിയർ ആണോ?
പ്രൈമറി സോഴ്സ് ഏതെല്ലാമാണ്? നമ്മൾ പഠിച്ചു ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, അതുപോലെ എക്സാമ്പിൾസ് വരുന്നുണ്ട്. ദെൻ സെക്കൻഡറി സോഴ്സസിന് എക്സാമ്പിൾസ് ചോദിച്ചാൽ ഹൗസ് ഹോൾഡ് എഴുതാം, ഇൻഡസ്ട്രീസ് എഴുതാം, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എഴുതാം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ. 8 categories of medical waste are presented by the World Health Organization, WHO, World Health Organization, including World Health Organization അഭിപ്രായ പ്രകാരം there are 8 categories of biomedical waste. അല്ലെ, 8 കാറ്റഗറിയിൽ ബയോമെഡിക്കൽ വേസ്റ്റ് ഉൾപ്പെടുന്നുണ്ടെന്ന് പറയുന്നു. ഏതൊക്കെയാണ് 8 കാറ്റഗറീസ്? ഫസ്റ്റ് വൺ എന്താണ്? ജനറൽ വേസ്റ്റ്, pathological waste, radioactive waste, chemical, infectious to potentially infectious waste, sharps, pharmaceutical waste, pressurized container. ഏതൊക്കെയാണ് 8 categories? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഭിപ്രായത്തിൽ 8 categories ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് വരുന്നുണ്ട്. ഏതൊക്കെയാണത്? ജനറൽ വേസ്റ്റ്, പാത്തോളജിക്കൽ, റേഡിയോ ആക്റ്റീവ്, chemical, infectious to potentially infectious waste, sharps, pharmaceuticals, pressurized containers. ഓക്കെ, അപ്പൊ ജനറൽ വേസ്റ്റിൽ ഏതെല്ലാം വേസ്റ്റുകളായിരിക്കും ഉൾപ്പെടുന്നത്? ജനറൽ വേസ്റ്റില് സിമിലർ ഹൗസ് ഹോൾഡ് വേസ്റ്റ് അല്ലെ, നമ്മൾ ഹൗസ് ഹോൾഡിൽ ഡിസ്കസ് ചെയ്ത എല്ലാ വേസ്റ്റുകളും ഏതാണ്? ജനറൽ വേസ്റ്റില്. നോൺ ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റുകളെല്ലാം ജനറൽ വേസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, പ്ലാസ്റ്റിക്, പേപ്പർ, അല്ലെങ്കിൽ ഏതാണ് ഫുഡ് വേസ്റ്റ്, പേപ്പർ പ്രോഡക്ട്സുകൾ, ഇതെല്ലാം ഏതാണ്? ജനറൽ വേസ്റ്റ് കാറ്റഗറീസിലാണ് ഉൾപ്പെടുന്നത്. ക്ലിയർ ആണോ? നോൺ ഹസാഡസ് വേസ്റ്റുകളെല്ലാം ഉൾപ്പെടുന്നത് ജനറൽ വേസ്റ്റിലാണ്. ദെൻ പത്തോളജിക്കൽ വേസ്റ്റ്, രണ്ടാമത്തെ കാറ്റഗറിയാണ് പത്തോളജിക്കൽ വേസ്റ്റ്. അതിൽ ഉൾപ്പെടുന്ന വേസ്റ്റുകൾ ഏതെല്ലാം ആയിരിക്കാം? ഏതെല്ലാം വേസ്റ്റ് ഐറ്റംസ് ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നുണ്ടാകാം? പത്തോളജിക്കൽ ഓർഗൻസ് വരാം അല്ലെ, ബോഡി പാർട്സ് വരാം, അല്ലെങ്കിൽ ടിഷ്യൂസ് വരാം. ഓക്കെ, ഇതെല്ലാം പാത്തോളജിക്കൽ വേസ്റ്റ് ആ കാറ്റഗറീസിലാണ് ഉൾപ്പെടുന്നത്. ദെൻ റേഡിയോ ആക്റ്റീവ്, റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റാൻസസ് അടങ്ങിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വരുന്നുണ്ട് അല്ലെ, അത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റാൻസസ് അടങ്ങിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും റേഡിയോ ആക്റ്റീവ് വേസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ക്ലിയർ ആണോ? ദെൻ കെമിക്കൽ വേസ്റ്റ്, കെമിക്കൽ വേസ്റ്റിൽ ഏതെല്ലാം വരാം? മെഡിസിൻസ് വരാം അല്ലെ, മെഡിസിൻസ്, സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ഡിസിൻഫെക്റ്റൻസ്, ഇതെല്ലാം കെമിക്കൽ വേസ്റ്റ് എന്നുള്ള കാറ്റഗറീസിലാണ് വരുന്നത്. ദെൻ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഏതൊക്കെയായിരിക്കാം? ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഏതെല്ലാം ആയിരിക്കാം? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്, കൾച്ചേഴ്സ്, നമ്മൾ സാമ്പിൾ എടുക്കില്ലേ, ടെസ്റ്റിന് വേണ്ടി എടുക്കുന്ന സാമ്പിൾസ്, ഇതെല്ലാം എങ്ങനെയാണ്? ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റുകൾ, ആ ഒരു കാറ്റഗറീസിലാണ് ഇത് വരുന്നത്. ദെൻ ഷാർപ്സ്, ഷാർപ്സിൽ ഏതൊക്കെയാ വരുന്നത്? നീഡിൽസ്, സിസേഴ്സ്, ഷാർപ്സ് അല്ലെ, ഇഞ്ചുറീസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ചാൻസസ് ഉള്ള എല്ലാ വേസ്റ്റ് ഐറ്റംസും ഷാർപ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറീസിലാണ് വരുന്നത്. ദെൻ ഫാർമസ്യൂട്ടിക്കൽ, എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിസിൻസ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻ, ഉപയോഗിക്കാത്ത മെഡിസിൻ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻ എല്ലാം ഈ ഫാർമസ്യൂട്ടിക്കൽ കാറ്റഗറീസിലാണ് ഉൾപ്പെടുന്നത്. ദെൻ പ്രഷറൈസ്ഡ് കണ്ടെയ്നർ. എന്താണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാല്? എന്തോ ബോട്ടിൽസ് ഒക്കെയാണ്. ബോട്ടിൽസ് അല്ലെ, ഹൈ പ്രഷറിൽ ലിക്വിഡിനെയോ അല്ലെങ്കിൽ എന്താണ് ഗ്യാസസിനെയോ എന്താണ് പൗഡേഴ്സോ എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് ഉപയോഗിക്കുന്ന ബോട്ടിൽസ് ആണ്, ആ കണ്ടെയ്നറിനെയാണ് നമ്മൾ പ്രഷറൈസ്ഡ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ പ്രഷറിൽ ലിക്വിഡ്, ഗ്യാസ് പോലുള്ള സബ്സ്റ്റാൻസസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന കണ്ടെയ്നേഴ്സ് ആണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ. ഓക്കെ, ക്ലിയർ ആണോ? Then pressurized container waste means waste made up of both full or empty container with pressurized liquids, gas or powdered materials including gas container and aerosol cans. Aerosol cans എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമ്മൾ ഇത്തരം മെഡിസിൻസ് അല്ലെങ്കിൽ ഇത്തരം ലിക്വിഡ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കണ്ടെയ്നർ ആണ് എറോസൽ ക്യാൻസ്.
കുറച്ചുകൂടി ഈസി ആയിട്ട് പറഞ്ഞാല് നമ്മൾ എന്താണ് പ്രഷർ കൊടുത്താൽ അതിൽ നിന്നും ഒരു ലിക്വിഡോ അല്ലെങ്കിൽ എന്താണ് ഗ്യാസോ പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള ക്യാനുകൾ ഏതൊക്കെയായിരിക്കാം? സ്പ്രേ ബോട്ടിൽസ് കണ്ടിട്ടില്ലേ? സ്പ്രേ ആന്റിസെപ്റ്റിക് സ്പ്രേ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പേഴ്സണൽ കെയറിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്പ്രേ, പിന്നെ ഇൻഹെയിലർ, പിന്നെന്തായിരുന്നു? പെർഫ്യൂം ബോട്ടിൽസ്. പെർഫ്യൂം ബോട്ടിൽസ്. ഓക്കെ, ഇത്തരത്തിലുള്ള ആന്റിസെപ്റ്റിക് ബോട്ടിൽസ്, ആന്റിസെപ്റ്റിക് സ്പ്രേസ് ഉണ്ട് അല്ലെ? ആ രീതിയിലുള്ള ബോട്ടിൽസ് നമ്മളൊരു ചെറിയൊരു പ്രഷർ കൊടുത്താലാണ്, ആ വാൽവില് ചെറിയൊരു പ്രഷർ കൊടുത്താലായിരിക്കും അതിൽ നിന്ന് ആ നോസിലൂടെ ആ ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് പുറത്തേക്ക് വരുന്നത്, ആ സബ്സ്റ്റാൻസ് പുറത്തേക്ക് വരുന്നത്. ആ രീതിയിലുള്ള ക്യാനുകളെയാണ് എറോസൽ ക്യാൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പെസ്റ്റിസൈഡ് സൂക്ഷിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനത്തെ ബോട്ടിലുകൾ സൂക്ഷിക്കാറുണ്ട്. അതേപോലെ മെഡിസിൻസ്, ആന്റിസെപ്റ്റിക് സ്പ്രേ, ഓക്കെ, ഇതെല്ലാം എന്താണ് ഇത്തരത്തിലുള്ള എറോസൽ ക്യാൻസിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പൊ ചെറിയൊരു പ്രഷർ കൊടുത്താൽ മാത്രമായിരിക്കും അതിൽ നിന്നും സബ്സ്റ്റാൻസ് പുറത്തേക്ക് വരുന്നത്. ആ ഇൻഹെയിലർ, ഓക്കെ, ഇതെല്ലാം എന്താണ് എറോസൽ ക്യാൻസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ പ്രഷറൈസ്ഡ് കണ്ടെയ്നറിന് എക്സാമ്പിൾ ആണ് എറോസൽ ക്യാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതേപോലെ ഗ്യാസ് കണ്ടെയ്നറും എന്താണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്തായിരുന്നു? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഭിപ്രായത്തിൽ 8 കാറ്റഗറീസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ജനറൽ വേസ്റ്റ്. അതിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? നോൺ ഹസാഡസ് ആയിട്ടുള്ള എല്ലാ വേസ്റ്റ് ഐറ്റംസും ജനറൽ വേസ്റ്റ് എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ദെൻ പത്തോളജിക്കൽ വേസ്റ്റിൽ എന്താണ്? ബ്ലഡ് വരാം, ബോഡി ഫ്ലൂയിഡ്സ് വരാം, ഹ്യൂമൻസിന്റെ ബോഡി പാർട്സ്, ഓർഗൻസ്, ടിഷ്യൂസ് എല്ലാം പത്തോളജിക്കൽ വേസ്റ്റ് ആ ഒരു കാറ്റഗറീസിലാണ് ഉൾപ്പെടുന്നത്. ദെൻ ദ തേർഡ് കാറ്റഗറി റേഡിയോ ആക്റ്റീവ്. ഓക്കെ, റേഡിയോ സബ്സ്റ്റാൻസസ് ഉള്ള എല്ലാ മെറ്റീരിയൽസും റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറീസിലാണ് വരുന്നത്. ദെൻ കെമിക്കൽ. ഓക്കെ, മെഡിസിൻസ് ആയിട്ട് കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്, സൊല്യൂഷൻ ആയിട്ട് കെമിക്കൽ യൂസ് ചെയ്യാറുണ്ട്. ആ രീതിയിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് കെമിക്കൽ വരുന്നതും വേസ്റ്റുകൾ വരുന്നതും കെമിക്കൽ വേസ്റ്റ് എന്ന കാറ്റഗറിയിലാണ്. ദെൻ ഇൻഫെക്ഷ്യസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് വേസ്റ്റ് അല്ലെ? ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ കോണ്ടാക്റ്റിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ്, ചിലപ്പോൾ കോട്ടൺ ആകാം, ബാൻഡേജ് ആകാം, അല്ലെങ്കിൽ എന്താണ് ഡ്രസ്സിങ്സ് ആകാം, ഇതെല്ലാം വരുന്നത് ഇൻഫെക്ഷ്യസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറീസിലാണ്. ദെൻ ഷാർപ്സ്. ഓക്കെ, ഇഞ്ചുറീസ് ഉണ്ടാകാൻ ചാൻസസ് ഉള്ള എല്ലാ ഐറ്റംസും എല്ലാതും ഏതാണ്? ഷാർപ്സ് എന്ന് പറയുന്ന നീഡിൽസ്, സ്കാൽപ്പൽസ്, നൈഫ്സ്, സിസേഴ്സ്, ഇതെല്ലാം ഈ വേസ്റ്റുകളെല്ലാം വരുന്നത് ഷാർപ്സ് കാറ്റഗറീസിലാണ്. ദെൻ ഫാർമസ്യൂട്ടിക്കൽ, ഉപയോഗിക്കാത്ത മരുന്നുകൾ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മരുന്നുകൾ, ഇതെല്ലാം വരുന്നത് ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന കാറ്റഗറീസിലാണ്. ദെൻ പ്രഷറൈസ്ഡ് കണ്ടെയ്നർ, നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള എന്താണ് ഇൻഹെയിലർ, ഓക്കെ, എക്സ്പയർഡ് ആയിട്ടുള്ള ചിലപ്പോൾ ഇൻഹെയിലർ ബോട്ടിൽസ്, അല്ലെങ്കിൽ എന്താണ് ആന്റിസെപ്റ്റിക് സ്പ്രേ, ഇതിന്റെ എല്ലാം ബോട്ടിൽസ് വരുന്നത് എവിടെയാണ്? ഏത് കാറ്റഗറീസിലാണ്? പ്രഷറൈസ്ഡ് കണ്ടെയ്നർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. റേഡിയോ ആക്റ്റീവിൽ എന്താ പറഞ്ഞത്? എന്താ റേഡിയോ ആക്റ്റീവ്? റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റാൻസസ് അടങ്ങിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഏത് കാറ്റഗറീസിലാണ് വരുന്നത്? റേഡിയോ ആക്റ്റീവ് എന്ന് പറയുന്ന, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറീസിലാണ് ആ രീതിയിലുള്ള എല്ലാ മെറ്റീരിയൽസും ഉൾപ്പെടുന്നത്. ഓക്കെ, ട്യൂമർ ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ ഉണ്ട്. അതിൽ ടെക്നീഷ്യം അല്ലെങ്കിൽ ഗാലിയം പോലുള്ള ഐസോടോപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് എന്തിനുള്ള കഴിവുണ്ട്? റേസുകൾ അല്ലെങ്കിൽ റേഡിയേഷൻ എമിറ്റ് ചെയ്യാനുള്ള കഴിവ് ഇത്തരം സബ്സ്റ്റാൻസസിന് ഉണ്ടായിരിക്കും. ആ രീതിയിൽ വരുന്ന എല്ലാ എന്താണ് മെറ്റീരിയൽസും റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ. നോൺ ഹസാഡസ് വേസ്റ്റ്. Approximately 85% of garbage generally in the majority of healthcare facilities is non-hazardous. This involves waste, for instance, food scraps and fruit peels, along with wash water and paper cartons, packaging materials and so on. ഹോസ്പിറ്റലിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇത്തരം ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന മെജോറിറ്റി 85% ഓഫ് വേസ്റ്റുകളും ഗാർബേജും ഏത് കാറ്റഗറീസിലാണ് വരുന്നത്? നോൺ ഹസാഡസ് വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, 85%ഉം എന്താണ്? നോൺ ഹസാഡസ് വേസ്റ്റ് ആണ്. ഓക്കെ, ഏതൊക്കെയായിരിക്കാം അത്? ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? നോൺ ഹസാഡസ് വേസ്റ്റിന് എക്സാമ്പിൾസ് ഏതൊക്കെയാ? ഫുഡ് വേസ്റ്റ്, ഫുഡ് സ്ക്രാപ്പ്,
ഓക്കെ, വേസ്റ്റ് വാട്ടർ വരാം, പിന്നെന്താണ് പേപ്പർ കാർട്ടൺസ്, പേപ്പർ കണ്ടെയ്നേഴ്സ് ഇല്ലേ, പേപ്പർ കണ്ടെയ്നർ വരാം, പിന്നെന്താണ് പാക്കേജിംഗ് മെറ്റീരിയൽസ്, പ്ലാസ്റ്റിക് ആകാം, പേപ്പർ ആകാം. ഇത്തരത്തിലുള്ള എല്ലാ വേസ്റ്റുകളും എങ്ങനെയാണ് നോൺ ഹസാഡസ് വേസ്റ്റ് ആണ് അല്ലെ. 85% ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന 85% വരുന്നത് നോൺ ഹസാഡസ് വേസ്റ്റ് എന്ന കാറ്റഗറിയിലാണ്. ക്ലിയർ ആണോ? ക്ലോത്തുകൾ, ഓക്കെ, ഡ്രസ്സുകൾ വരാം. ഓക്കെ, ദെൻ ഹസാഡസ് വേസ്റ്റ്, ബാക്കി റിമൈനിങ് 25% എങ്ങനെയുള്ളതാണ്? ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളുടെ കാറ്റഗറീസിലാണ് വരുന്നത്. ഓക്കെ, hazardous waste might consist of solid, liquid, sludges or contained gases, and they are principally produced by hospitals and other industrial activities. They may have damage during insufficient procedure for storage, transportation and treatment or disposal operations. Remaining 25%, 15%, right? റിമൈനിങ് 15% വരുന്നത് ഹസാഡസ് വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറീസിലാണ്. ഏതൊക്കെയാകാം? സോളിഡ് വേസ്റ്റ് വരാം. ഏതൊക്കെയാണ്? ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുമായി കോണ്ടാക്റ്റിൽ വന്ന കോട്ടൺസ്, ഡ്രസ്സിങ്സ്, ബാൻഡേജ് പോലുള്ള സോളിഡ് വേസ്റ്റുകൾ എന്താണ്? ഹസാഡസ് വേസ്റ്റ് ആണ്. ദെൻ ലിക്വിഡ്, ഏതൊക്കെയായിരിക്കാം ലിക്വിഡ് വേസ്റ്റ്? ബോഡി ഫ്ലൂയിഡ്, ബ്ലഡ്, ഫ്ലൂയിഡ്, ഇത്തരത്തിലുള്ള ലിക്വിഡ് വേസ്റ്റുകളും ഏതാണ്? ഹസാഡസ് വേസ്റ്റിലാണ് വരുന്നത്. ദെൻ സ്ലഡ്ജസ് വരുന്നുണ്ട്, സെമി സോളിഡ് അല്ലെ, ലിക്വിഡുമല്ല സോളിഡുമല്ല, ആ രീതിയിൽ വരുന്ന സെമി സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ട്. അതേപോലെ ഗ്യാസ് ഫോമിലുള്ള വേസ്റ്റുകളും ഉണ്ട്. ഇതെല്ലാം ഉൾപ്പെടുന്നത് ഏതാണ്? ഹസാഡസ് വേസ്റ്റിലാണ്. ഓക്കെ, ഡേഞ്ചറസ് വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറീസിലാണ് ഈ രീതിയിൽ വരുന്ന എല്ലാ വേസ്റ്റുകളും ഉൾപ്പെടുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഈ രീതിയിലുള്ള ഹസാഡസ് വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് സ്റ്റോറേജ് ചെയ്യണം, വേണ്ടേ? ട്രാൻസ്പോർട്ടേഷന്റെ സമയത്താണെങ്കിലും എന്താണ്, സ്റ്റോറേജിന്റെ ടൈമിലാണെങ്കിലും അത് ഡിസ്പോസലിന്റെ ടൈമിലാണെങ്കിലും എങ്ങനെയായിരിക്കണം? പ്രോപ്പർ ആയിട്ടായിരിക്കണം ഹാൻഡിൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അതിന് സ്പില്ലേജ് ഉണ്ടാവാൻ അല്ലെ, ലീക്കേജ് ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട് അല്ലേ. അത് ജനറൽ പബ്ലിക്സിനെയും എൻവയോൺമെന്റിനെയും ഹെൽത്ത് കെയർ സ്റ്റാഫുകളെയും പേഷ്യൻസിനെയും എന്താണ് അഫക്ട് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആണോ? നോൺ ഹസാഡസ് വേസ്റ്റ് ആൻഡ് ഹസാഡസ് വേസ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് പേജിൽ ഒരു ചാർട്ട് കാണാം, ബയോമെഡിക്കൽ വേസ്റ്റ്. കണ്ടോ എല്ലാവരും? റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജോ? ഓക്കെ, താങ്ക് യു. ദെൻ ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് എന്തായിരുന്നു? ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾ എന്താ ഡെഫിനിഷൻ പഠിച്ചത്? മെഡിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ടൈപ്പ് ഓഫ് വേസ്റ്റുകളും ബയോമെഡിക്കൽ വേസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഏതായിരുന്നു? മെഡിക്കൽ വേസ്റ്റ് അല്ലേ. അപ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റിനെ മെയിൻലി 2 ടൈപ്സ് ഓഫ് വേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹസാഡസ് വേസ്റ്റും വരുന്നുണ്ട്, നോൺ ഹസാഡസ് വേസ്റ്റും വരുന്നുണ്ട് അല്ലേ. ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ എന്താണ് നോൺ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളും വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ബയോമെഡിക്കൽ വേസ്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഹസാഡസ് വേസ്റ്റ് ആൻഡ് നോൺ ഹസാഡസ് വേസ്റ്റ്. ക്ലിയർ ആണല്ലോ? അത് നോൺ ഹസാഡസ് വേസ്റ്റ് അത് ഏതൊക്കെയായിരിക്കാം? നമുക്ക് റീയൂസ് ചെയ്യാൻ കഴിയുന്ന, റീസൈക്ലിംഗ് ചെയ്യാൻ കഴിയുന്ന എല്ലാ ടൈപ്പ് ഓഫ് വേസ്റ്റുകളും നോൺ ഹസാഡസ് വേസ്റ്റ് ആണ്. ക്ലിയർ ആണോ? റീയൂസ് ചെയ്യാൻ കഴിയുന്ന, റീസൈക്ലിംഗ് ചെയ്യാൻ കഴിയുന്ന എല്ലാ ടൈപ്പ് ഓഫ് വേസ്റ്റുകളും നോൺ ഹസാഡസ് വേസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, പേപ്പർ വരാം, പ്ലാസ്റ്റിക് വരാം, ഫുഡ് വേസ്റ്റ് വരാം. അങ്ങനെയാണെങ്കിൽ ഹസാഡസ് വേസ്റ്റ് എന്തായിരിക്കാം? ഹസാഡസ് വേസ്റ്റ് എന്താണ്? റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത വേസ്റ്റ്. ഓക്കെ, അപ്പൊ എന്താണ് ഹസാഡസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ പബ്ലിക്കിനെയും എന്താണ് അവരുടെ ഹെൽത്തിനെയും അല്ലെങ്കിൽ എൻവയോൺമെന്റിനെയും അഫക്ട് ചെയ്യാൻ അല്ലെ, ഡേഞ്ചറസ് ആയിട്ട് അവരെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള വേസ്റ്റുകളാണ് ഹസാഡസ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരിക്കാം? ഇൻഫെക്ഷസ് വേസ്റ്റ് വരുന്നുണ്ട് അല്ലേ, ഇഞ്ചുറീസ് ഉണ്ടാകുന്ന ഇൻഫെക്ഷസ് വേസ്റ്റുകൾ വരുന്നുണ്ട്, അതേപോലെ അതർ ഹസാഡസ് വേസ്റ്റും വരുന്നുണ്ട്. അപ്പോ ഹസാഡസ് വേസ്റ്റിനെ മെയിൻലി രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇൻഫെക്ഷസ് വേസ്റ്റ്, പിന്നെ ഏതായിരുന്നു? അതർ ഹസാഡസ് വേസ്റ്റ്. ക്ലിയർ ആകുന്നുണ്ടോ? ബയോമെഡിക്കൽ വേസ്റ്റ് 2 ടൈപ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ട്, ഹസാഡസ് വേസ്റ്റ് ആൻഡ് നോൺ ഹസാഡസ് വേസ്റ്റ്. നോൺ ഹസാഡസ് വേസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാണ്? റീയൂസ് ചെയ്യാൻ കഴിയുന്ന എല്ലാ ടൈപ്പ് ഓഫ് വേസ്റ്റുകളും നോൺ ഹസാഡസ് വേസ്റ്റിലാണ് ഉൾപ്പെടുന്നത്.
ദെൻ ഹസാഡസ് വേസ്റ്റിനെ എഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇൻഫെക്ഷസ് വേസ്റ്റ് ആൻഡ് അതർ ഹസാഡസ് വേസ്റ്റ്. ഓക്കെ, ഇൻഫെക്ഷസ് വേസ്റ്റ് അതിന്റെ പ്രത്യേകത എന്താണ്? ഇൻഫെക്ഷസ് വേസ്റ്റ് ഇത്തരത്തിലുള്ള വേസ്റ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ട് ചാൻസസ് ഉണ്ട് അല്ലെ? ആ രീതിയിലുള്ള വേസ്റ്റുകളാണ് ഇൻഫെക്ഷസ് വേസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഏതൊക്കെയായിരിക്കാം? ഇൻഫെക്ഷൻ, അതുമായിട്ട് ആ രീതിയിലുള്ള അത്തരത്തിലുള്ള വേസ്റ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവർക്ക് എന്താണ് അസുഖങ്ങൾ, ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ട് ഇഞ്ചുറീസിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് മറ്റു രീതിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ട് ചാൻസസ് ഉണ്ട്. ആ രീതിയിലുള്ള വേസ്റ്റുകൾ ഏതൊക്കെയായിരിക്കാം? ഏതൊക്കെയായിരിക്കാം? നമ്മളിത് പഠിച്ചതാണ് ഓൾറെഡി. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. മൈക്രോ ഓർഗാനിസം. മൈക്രോബ്സുകൾ വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഷാർപ്സ് വരുന്നില്ലേ? ഷാർപ്സുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവർക്ക് എന്താണ് ഇഞ്ചുറീസ് ഉണ്ടാകുന്നുണ്ട്. ആ ഇഞ്ചുറീസിലൂടെ എന്താണ് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നോൺ ഷാർപ്സ് വരുന്നുണ്ട്. ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കഴിവുള്ള നോൺ ഷാർപ്സ് ഐറ്റംസ് ഏതൊക്കെയായിരിക്കാം? ഷാർപ്സ് അല്ലാത്ത ഐറ്റംസ് ഏതൊക്കെയായിരിക്കാം? ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡുമായോ കോണ്ടാക്റ്റിൽ വരുന്ന ഗ്ലൗസുകൾ. ഓക്കെ, PPE. ക്ലിയർ ആണോ? ഗ്ലൗസ് വരാം, PPE അല്ലെങ്കിൽ എന്താണ് ഡ്രസ്സിങ്സ് വരാം. ഓക്കെ, സിറിഞ്ചിന്റെ ക്യാപ്സ് വരാം. ദെൻ പിന്നെ ഏതാണ്? ബാൻഡേജ്. ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് എല്ലാം നോൺ ഷാർപ്സ് വേസ്റ്റ് ആണ്. ഓക്കെ, ഷാർപ്സ് അല്ല, നോൺ ഷാർപ്സ്. ഇൻഫെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള നോൺ ഷാർപ്സ് ഐറ്റംസ് ആണ് ഇതെല്ലാം. ഏതൊക്കെയാണ്? PPE, ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുമായോ കോണ്ടാക്റ്റിൽ വന്നിരിക്കുന്ന PPE, ഗ്ലൗസ്, ദെൻ ബാൻഡേജ്, കോട്ടൺ. ഓക്കെ, ക്ലിയർ ആണോ? ഇൻഫെക്ഷസ് വേസ്റ്റിന് എക്സാമ്പിൾസ് ക്ലിയർ ആണോ? ദെൻ പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ. ഏതൊക്കെയാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ ചാൻസസ് ഉള്ള പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ? ഏതൊക്കെയായിരിക്കാം? ബ്ലഡ് കളക്ട് ചെയ്യുന്ന സിറിഞ്ച്. ഓക്കെ, ബ്ലഡ് കളക്ട് ചെയ്തതിനു ശേഷം നമ്മൾ വലിച്ചെറിയുന്ന സിറിഞ്ച് എങ്ങനെയാണ്? ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നില്ലേ? ബ്ലഡുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നതല്ലേ, അത് ഇൻഫെക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ? ഓക്കെ, അപ്പൊ സിറിഞ്ച് വരാം. പിന്നെ ഏതൊക്കെയായിരിക്കാം? വേറെന്തെങ്കിലും ഉണ്ടോ? പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ ആണല്ലേ, സിറിഞ്ച് വരാം. ദെൻ കത്തീറ്റർ യൂസ് ചെയ്യുന്നവർക്ക് യൂറിൻ കളക്ട് ചെയ്യുന്ന ഒരു ബാഗ് ഉണ്ടാവില്ലേ? ബോഡി ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്ന ബാഗ്സുകൾ വരാം. പിന്നെന്താണ്? സാമ്പിൾസ് കളക്ട് ചെയ്യുന്ന പാക്കേജിംഗ് മെറ്റീരിയൽസ്. പാക്ക് ചെയ്ത മെറ്റീരിയൽസ്. ഓക്കെ, ഇതെല്ലാം ഏതാണ്? പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ ആണ്. ഇതിന്റെ എന്താണ് ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാവർക്കും ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ട് ചാൻസസ് ഉണ്ട്. ലിക്വിഡ് വേസ്റ്റുകൾ ഏതൊക്കെയായിരിക്കാം? ലിക്വിഡ് വേസ്റ്റ് എന്താണ്? ബോഡി ഫ്ലൂയിഡ്. ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇൻഫെക്ഷസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രീതിയിലുള്ള വേസ്റ്റുകളുമായിട്ട് കോണ്ടാക്ട് വരുന്നവർക്ക് എന്താണ് ഇൻഫെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള വേസ്റ്റുകളെയാണ് ഇൻഫെക്ഷസ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? നോൺ ഷാർപ്സ് വരുന്നുണ്ട്, പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ വരുന്നുണ്ട്, ലിക്വിഡ് വേസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇത് എല്ലാവർക്കും ക്ലിയർ ആണോ? ദെൻ അതർ ഹസാഡസ് വേസ്റ്റ്, അതിൽ ഏതൊക്കെയായിരിക്കാം? ഡേഞ്ചറസ് ആയിട്ടുള്ള എന്താണ് ഇൻഫെക്ഷസ് വേസ്റ്റ് അല്ലാത്ത മറ്റ് ഐറ്റംസ് ഏതൊക്കെയാ? മറ്റു രീതിയിലുള്ള വേസ്റ്റുകൾ ഏതൊക്കെയാ? റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. ഓക്കെ, ഡിസ്കാർഡഡ് ഗ്ലാസ്, നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന ഗ്ലാസ് ഐറ്റംസ്. ദെൻ പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്, ഉപേക്ഷിക്കുന്ന എന്താണ് കണ്ടെയ്നേഴ്സ്, ബോട്ടിൽസുകൾ. ദെൻ കെമിക്കൽ വേസ്റ്റ് വരുന്നുണ്ട്. ദെൻ സൈറ്റോടോക്സിക് വേസ്റ്റ്. എന്താ സൈറ്റോടോക്സിക് വേസ്റ്റ്? സൈറ്റോടോക്സിക് എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റാൻസസ് ആണ്. ഓക്കെ, ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റാൻസ് ആണ് സൈറ്റോടോക്സിക് എന്ന് പറയുന്നത്. കീമോതെറാപ്പി ഡ്രഗ്സിലൊക്കെ ഈ സൈറ്റോടോക്സിക് സബ്സ്റ്റാൻസസ് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? കീമോതെറാപ്പി ചെയ്യുന്ന ആ ടൈമിൽ ആ ഡ്രഗ്സിലെല്ലാം എന്താണ് ഈ സൈറ്റോടോക്സിക് സബ്സ്റ്റാൻസസ് അടങ്ങിയിട്ടുണ്ട്. ഹൈലി ടോക്സിക് ആണിത്. അപ്പൊ അത് ആ സമയത്ത് ഉപയോഗിക്കുന്ന എല്ലാം, ചിലപ്പോൾ ഗ്ലൗസ് വെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം, ആ ഗ്ലൗസിൽ സബ്സ്റ്റാൻസസ് പറ്റിപ്പിടിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഗ്ലൗസ് എന്താണ് ഒരു സൈറ്റോടോക്സിക് വേസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ദെൻ പിന്നെ ഏതൊക്കെ ആയിരിക്കാം? ഇത്തരത്തിലുള്ള ഡ്രഗ്സ് സൂക്ഷിക്കുന്ന ബോട്ടിൽസ്. ഓക്കെ,
ആ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം ആ ബോട്ടിൽസിൽ എന്താണ് ഈ സൈറ്റോടോക്സിക് സബ്സ്റ്റാൻസസ് പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാകാം. ഓക്കെ, ആ ബോട്ടിൽസ് എന്താണ് ഒരു സൈറ്റോടോക്സിക് വേസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡ്രഗ്സ് കഴിക്കുന്ന പേഷ്യന്റിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ബ്ലഡ് അല്ലെങ്കിൽ എന്താണ് ബോഡി ഫ്ലൂയിഡ്സിലെല്ലാം ഈ സൈറ്റോടോക്സിക് സബ്സ്റ്റാൻസ് ഉൾപ്പെട്ടിട്ടുണ്ടാകും. അത്തരത്തിലുള്ള വേസ്റ്റുകളും സൈറ്റോടോക്സിക് വേസ്റ്റിലാണ് വരുന്നത്. ക്ലിയർ ആണോ? എന്താണ് സൈറ്റോടോക്സിക് വേസ്റ്റ്? ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റാൻസസ് ആണ് സൈറ്റോടോക്സിക് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇത് സൈറ്റോടോക്സിക്. അതേപോലെ തന്നെ ജീവനുള്ള സെല്ലിനെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു സബ്സ്റ്റാൻസസ് കൂടിയാണ് സൈറ്റോടോക്സിക്. ഓക്കെ, ജീവനുള്ള സെല്ലിനെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു സബ്സ്റ്റാൻസസ് ആണ് സൈറ്റോടോക്സിക്. അപ്പൊ ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ അത്രയും കെയർ നമ്മൾ എടുത്തിരിക്കണം. ഓക്കെ, ഗ്ലൗസ് വെയർ ചെയ്തിരിക്കണം, PPE വെയർ ചെയ്തിരിക്കണം. അതേപോലെ ഈ സൈറ്റോടോക്സിക് സബ്സ്റ്റാൻസസ് അടങ്ങിയ ഡ്രഗ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ബോട്ടിൽസും എന്താണ് ഫൈനലി ഒരു സൈറ്റോടോക്സിക് വേസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ക്ലിയർ ആണോ? Then incinerator ash. എന്താണ് ഇൻസിനറേറ്റർ? എന്താ ഇൻസിനറേറ്റർ? ഇൻസിനറേറ്റർ ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് വേസ്റ്റുകളെ ബേൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇൻസിനറേറ്റർ എന്ന് പറയുന്നത്. ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് വേസ്റ്റുകളെ കത്തിച്ചു കളയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇൻസിനറേറ്റർ. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, അഡ്വാൻസ്ഡ് ടെക്നോളജീസ്. അതിൽ പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ പഠിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എന്തായിരുന്നു അതിൽ പഠിച്ചത്? ഹൈ ടെമ്പറേച്ചറിലൂടെ വേസ്റ്റുകളെ കടത്തി വിടുമ്പോൾ എന്താണ് വേസ്റ്റുകൾ ഒന്നില്ലെങ്കിൽ ലിക്വിഡ് ഫോമിലോട്ടോ സോളിഡ് ഫോമിലോട്ടോ അല്ലെങ്കിൽ എന്താണ് ഗ്യാസ് ഫോമിലോട്ടോ കൺവേർട്ട് ആകുന്നുണ്ട്. അതുമൂലം എന്താണ് വേസ്റ്റിന്റെ ക്വാണ്ടിറ്റി കുറയുന്നുണ്ട്, വോളിയം കുറയുന്നുണ്ട്. ഓക്കെ, അതേ മെത്തേഡ് തന്നെയാണ് ഇൻസിനറേറ്ററിലും യൂസ് ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചറിലൂടെ വേസ്റ്റിനെ കടത്തി വിടുമ്പോൾ ഫൈനലി അതിന്റെ വോളിയം കുറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആ ഇൻസിനറേറ്റർ ആ ഡിവൈസിൽ അവശേഷിക്കുന്ന പ്രോഡക്റ്റ് ആണ്, ഫൈനൽ പ്രോഡക്റ്റ് ആണ് ആഷ്, ഇൻസിനറേറ്റർ ആഷ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇൻസിനറേറ്റർ ആഷ് ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റാൻസ് ആണ് ഇൻസിനറേറ്റർ ആഷ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കാം ഇൻസിനറേറ്റർ ആഷ് ഹൈലി ഡേഞ്ചറസ് ആണെന്ന് പറയാൻ കാരണം? എല്ലാത്തരം വേസ്റ്റുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലേ? അതിന്റെ ഒരു ഫൈനൽ പ്രോഡക്ട്സ് ആണ്. ഹൈ ടെമ്പറേച്ചറിലൂടെ എല്ലാത്തരം വേസ്റ്റുകളെയും കടത്തിവിടുമ്പോൾ ലഭിക്കുന്ന ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആണ് ഏത് ഇൻസിനറേറ്റർ ആഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ പ്രോപ്പർ ആയിട്ട് വേണം നമ്മൾ ഡിസ്പോസ് ചെയ്യാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? ഇൻസിനറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് വേസ്റ്റുകളെ ബേൺ ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇൻസിനറേറ്റർ. ഇൻസിനറേറ്ററിൽ അവശേഷിക്കുന്ന ഫൈനൽ പ്രോഡക്റ്റ് ആണ് ഇൻസിനറേറ്റർ ആഷ്. ഓക്കെ, ഇതും എങ്ങനെയാണ്? ഹസാഡസ് വേസ്റ്റ് ആണ്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്? എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പഠിച്ചു അല്ലേ? ആരെയെല്ലാമാണ് അത് അഫക്ട് ചെയ്യുന്നത്? എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ്? അനു, എന്തായിരുന്നു ബയോമെഡിക്കൽ വേസ്റ്റ്? അനു തന്നെ പറഞ്ഞോളൂ. ടീച്ചറത് ഇംഗ്ലീഷ് അറിയില്ല, മലയാളത്തിൽ പറഞ്ഞാൽ പറഞ്ഞു. അത് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന എല്ലാ വേസ്റ്റുകളും ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലേ? അതായത് മെഡിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ആക്ടിവിറ്റീസിലൂടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എല്ലാ ടൈപ്പ് ഓഫ് വേസ്റ്റുകളും ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ അനു, ഇത് ആരെയെല്ലാമാണ് അഫക്ട് ചെയ്യുന്നത്? ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ജനറൽ പബ്ലിക്, പിന്നെ സസ്യജാലം, ജന്തുജാലം, പിന്നെ അത്രേ ഉള്ളൂ. ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ അല്ലെ, ഡോക്ടേഴ്സ്, നേഴ്സസ്, വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സ്റ്റാഫുകൾ, ഡിസ്പോസൽ സ്റ്റാഫ്, അതേപോലെ തന്നെ ജനറൽ പബ്ലിക്കിനെയും എൻവയോൺമെന്റിനെയും ഇത്തരത്തിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ അനു, മ്യൂട്ട് ചെയ്തോളൂ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാമാണ്?
എന്തെല്ലാമാണ് മനീഷ? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാമാണ്? അത് നോസിക് വേസ്റ്റിന് ലെസ് ക്വാണ്ടിറ്റി കുറച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. നോഷ്യസ് വേസ്റ്റിന്റെ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്യുക, അതാണ് ഫസ്റ്റ് എയിം ആയിട്ട് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് എന്തായിരുന്നു? പിന്നെ ടോക്സിക് വേസ്റ്റ് ഉണ്ടാക്കുന്ന റിസ്ക് റെഡ്യൂസ് ചെയ്യണം ഹെൽത്ത് വർക്കേഴ്സിന്. ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഈ നോഷ്യസ് വേസ്റ്റ് മൂലം ഉണ്ടാകാൻ ചാൻസസ് ഉള്ള റിസ്ക് റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ പിന്നെ ട്രീറ്റ്മെന്റിന്റെയും ഡിസ്പോസബിൾ ഓഫ് മെഡിക്കൽ വേസ്റ്റിന്റെയും പ്രൈസ് റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, പ്രൈസ് റെഡ്യൂസ് ചെയ്യുക. ദെൻ ദ ലാസ്റ്റ് വൺ. പിന്നെ ഡേഞ്ചർ അല്ലാത്ത എല്ലാ വേർഡ്സും റീയൂസ് ചെയ്യണം. നോൺ ഹസാഡസ് ജനറൽ വേസ്റ്റുകൾ റീയൂസ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയായിരുന്നു അതിന്റെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഇനി ബയോമെഡിക്കൽ വേസ്റ്റിന്റെ സോഴ്സ് ഏതെല്ലാമാണ്? മോനിഷ, ബയോമെഡിക്കൽ വേസ്റ്റ് സോഴ്സ് ഏതെല്ലാമാണ്? പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സ് ആണ്. മെയിൻ ആയിട്ട് പറഞ്ഞോളൂ. പ്രൈമറി സോഴ്സിൽ ആണ് ഹോസ്പിറ്റല്, മെഡിക്കൽ കോളേജ്, നേഴ്സിംഗ് സെന്റർ, ഡയാലിസിസ് സെന്റർ, മെറ്റേണിറ്റി ഹോംസ്, ബ്ലഡ് ബാങ്ക്, റിസർച്ച് ലാബ്സ്, ഇമ്മ്യൂണൈസേഷൻ സെന്റർ, ഓട്ടോപ്സി എല്ലാം പ്രൈമറി സോഴ്സിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡറി സോഴ്സ് ആണ്. സെക്കൻഡറി സോഴ്സിൽ വരുന്നത് ഹൗസ് ഹോൾഡ്സ്, ഇൻഡസ്ട്രീസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇത്രയുമാണ് സെക്കൻഡറി സോഴ്സിൽ വരുന്നത്. പ്രൈമറി സോഴ്സ് ആൻഡ് സെക്കൻഡറി സോഴ്സിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ബ്ലഡ് വരാം, ബോഡി ഫ്ലൂയിഡ്സ്, ആ രീതിയിലുള്ള വേസ്റ്റുകളായിരിക്കും. അപ്പൊ മെയിൻ ആയിട്ട് പ്രൈമറി സോഴ്സ് ആൻഡ് സെക്കൻഡറി സോഴ്സ് ആണ് ബയോമെഡിക്കൽ വേസ്റ്റിന്റെ മെയിൻ സോഴ്സ് ആയിട്ട് പറയുന്നത്. ദെൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അഭിപ്രായത്തിൽ ബയോമെഡിക്കൽ വേസ്റ്റിനെ 8 കാറ്റഗറീസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണ് 8 കാറ്റഗറീസ്? ഞാനാണ് പറയേണ്ടത്. മോനിഷ മ്യൂട്ട് ചെയ്തോളൂ. വേറെ ആർക്കെങ്കിലും പറയാവോ? 8 കാറ്റഗറീസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് ഏതെല്ലാമാണ്? ജനറൽ വേസ്റ്റ്, പാത്തോളജിക്കൽ വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, കെമിക്കൽ വേസ്റ്റ്, ഇൻഫെക്ഷ്യസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് വേസ്റ്റ്, ഷാർപ്പ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്. ഓക്കെ, ഇങ്ങനെയാണ് 8 കാറ്റഗറീസ് വരുന്നത് അല്ലെ? ജനറൽ വേസ്റ്റ് എന്നാണ് നോൺ ഹസാഡസ് ആയിട്ടുള്ള എല്ലാ വേസ്റ്റ് ഐറ്റംസും ജനറൽ വേസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ പാത്തോളജിക്കൽ വേസ്റ്റിൽ ഹ്യൂമൻസ് ഓർഗൻസ് വരാം, ബോഡി പാർട്സ്, ടിഷ്യൂസ് എല്ലാം പാത്തോളജിക്കൽ വേസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റാൻസസ് ഉൾപ്പെടുന്ന എല്ലാ മെറ്റീരിയൽസും റേഡിയോ ആക്റ്റീവ് വേസ്റ്റിലാണ് വരുന്നത്. അതേപോലെ തന്നെ കെമിക്കൽ അല്ലെ, മെഡിസിൻസ് ആയിട്ട് സൊല്യൂഷൻസ് ആയിട്ടെല്ലാം കെമിക്കൽസ് വരുന്നുണ്ട്, അത് കെമിക്കൽ കാറ്റഗറീസിലാണ് വരുന്നത്. ദെൻ ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്, ഇതെല്ലാം ആ ഒരു കാറ്റഗറീസിലാണ് വരുന്നത്. ദെൻ ഷാർപ്സിൽ ഏതൊക്കെ വരാം? നീഡിൽസ്, നൈഫ്സ്, സിസേഴ്സ്, എല്ലാം സിറിഞ്ച്, ഓക്കെ, നീഡിൽസ്, ഓക്കെ, അതെല്ലാം വരുന്നത് ഷാർപ്സിലാണ്. ദെൻ ഫാർമസ്യൂട്ടിക്കലില് ഏതാണ് ഉപയോഗിക്കാത്ത മരുന്നുകൾ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മരുന്നുകൾ, അതേപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മരുന്നുകളെല്ലാം ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറീസിലാണ് വരുന്നത്. ആൻഡ് വാട്ട് ഈസ് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ? പെസ്റ്റിസൈഡ്, അതുപോലെ മെഡിസിൻ, ഇൻഹേലർ, ഗ്യാസ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കണ്ടെയ്നർ ക്യാൻസ് ആണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ. ഹൈ പ്രഷറിൽ ഇത്തരം ലിക്വിഡ്സ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കണ്ടെയ്നേഴ്സ് ആണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. പ്രഷറൈസ്ഡ് കണ്ടെയ്നറിന് എക്സാമ്പിൾ ചോദിച്ച ഏത് എഴുതാം? പെസ്റ്റിസൈഡ്, എറോസൽ ക്യാൻസ്, പെസ്റ്റിസൈഡ് ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള സബ്സ്റ്റാൻസ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്യാനുകളാണ് എറോസൽ ക്യാൻസ് കേട്ടോ. പ്രഷറൈസ്ഡ് കണ്ടെയ്നർ എക്സാമ്പിൾ ആണ് എറോസൽ ക്യാൻസ്. ദെൻ നോൺ ഹസാഡസ് വേസ്റ്റ് ആൻഡ് ഹസാഡസ് വേസ്റ്റ് അല്ലെ? അപ്രോക്സിമേറ്റ്ലി മെജോറിറ്റി 85% ഓഫ് വേസ്റ്റും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന 85% ഓഫ് വേസ്റ്റും നോൺ ഹസാഡസ് വേസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഏതൊക്കെയായിരിക്കാം അത്? ഏതൊക്കെയാകാം? ഫുഡ് സ്ക്രാപ്പ്, ദെൻ ഫ്രൂട്ട് പീൽസ്, വേസ്റ്റ് വാട്ടർ, പേപ്പർ കാർട്ടൺസ്, പാക്കേജിംഗ് മെറ്റീരിയൽസ് എല്ലാം നോൺ ഹസാഡസ് വേസ്റ്റ് ആണ്. അതേപോലെ തന്നെ ഫ്രൂട്ട് പീൽസ് എന്താന്ന് പറഞ്ഞുതരാമോ? ഫ്രൂട്ട് പീൽസ് എന്ന് വെച്ചാ ഫ്രൂട്ടിന്റെ പീൽ, തൊലി. ഓക്കെ,
അതേപോലെ ഹസാഡസ് വേസ്റ്റിൽ വരുന്നത് റിമൈനിങ് 15% എന്താണ് ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളാണ്. ഓക്കെ, അതിൽ ഏതൊക്കെയാ സോളിഡ് ഫോമിൽ വരാം, ലിക്വിഡ് ഫോമിലുള്ള വേസ്റ്റുകൾ ഉണ്ട്, സ്ലഡ്ജസ് സെമി സോളിഡ് ഫോമിലുള്ള വേസ്റ്റുകൾ ഉണ്ട്, അതേപോലെ തന്നെ കണ്ടെയ്ൻഡ് ഗ്യാസസ് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ്. ആ ചാർട്ടാണ്. ബയോമെഡിക്കൽ വേസ്റ്റ് മെയിൻ 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ് 2 ടൈപ്സ്? ആ ചാർട്ട് ഒന്ന് ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാവോ? എൽമ. ബയോമെഡിക്കൽ വേസ്റ്റ് രണ്ടായിട്ടുണ്ട്, ഹസാഡസ് വേസ്റ്റും നോൺ ഹസാഡസ് വേസ്റ്റ്. നോൺ ഹസാഡസ് വേസ്റ്റ് റീയൂസ് ചെയ്യാൻ കഴിയുന്നതും റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്നതുമായ വേസ്റ്റ് വരുന്നു. പിന്നെ ഹസാഡസ് വേസ്റ്റിൽ ഇൻഫെക്ഷ്യസ് വേസ്റ്റും അതർ ഹസാഡസ് വേസ്റ്റും. ഇൻഫെക്ഷ്യസ് വേസ്റ്റിൽ നോൺ ഷാർപ്സ് വരാം, പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ വരാം, ലിക്വിഡ് വേസ്റ്റ് വരാം. നോൺ ഷാർപ്സ് എന്ന് പറയുന്നത് PPE, ഗ്ലൗസ്, ബാൻഡേജസ് അതുപോലെ ആയിട്ടുള്ളത്. പ്ലാസ്റ്റിക് ഡിസ്പോസിബിളിന് എക്സാമ്പിള് സിറിഞ്ച് നമ്മൾ ഉപയോഗിക്കുന്ന. പിന്നെ ലിക്വിഡ് വേസ്റ്റ് സിറിഞ്ച് വരാം, സാമ്പിൾസ് കളക്ട് ചെയ്യുന്ന ട്യൂബ്സ് വരാം. ഓക്കെ, ഇതെല്ലാം ഏതാണ്? പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ, ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ ആണ്. ഓക്കെ, ദെൻ ലിക്വിഡ് വേസ്റ്റ് ഏതെല്ലാമാണ്? ഏതെല്ലാമായിരിക്കാം? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് വരാം. ഓക്കെ, ദെൻ അതർ ഹസാഡസ് വേസ്റ്റ് ഏതൊക്കെയായിരിക്കാം? റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, ഡിസ്കാർഡഡ് ഗ്ലാസ്, പ്രഷറൈസ്ഡ് കണ്ടെയ്നർ, കെമിക്കൽ വേസ്റ്റ്, സൈറ്റോടോക്സിക് വേസ്റ്റ്, ഇൻസിനറേറ്റർ ആഷ്. ഓക്കെ, എന്താ സൈറ്റോടോക്സിക് വേസ്റ്റിൽ ഏതൊക്കെയാ വരുന്നത്? എന്താണ് സൈറ്റോടോക്സിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഡേഞ്ചർ ആയിട്ടുള്ള സബ്സ്റ്റാൻസസ് ആണ്. പിന്നെ ലിവിങ് സെൽസിനെ നശിപ്പിക്കാൻ കഴിവുള്ള അത്രയും ആയിട്ടുള്ള ഒരു സബ്സ്റ്റാൻസ് ആണ് സൈറ്റോടോക്സിക് വേസ്റ്റ്. എന്താണ് കീമോതെറാപ്പിയിൽ ഡ്രഗ്സ് ഒക്കെ ആയിട്ട്, കീമോതെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആയിട്ട് ഈ സൈറ്റോടോക്സിക് സബ്സ്റ്റാൻസ് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഈ സൈറ്റോടോക്സിക് ഓക്കെ, സൈറ്റോടോക്സിക് എന്താണ്? ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ബോട്ടിൽസ് എല്ലാം ഫൈനലി എന്താണ്? ഒരു സൈറ്റോടോക്സിക് വേസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ദെൻ ഇൻസിനറേറ്റർ ആഷ്. എന്താണ് ഇൻസിനറേറ്റർ? ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് വേസ്റ്റുകളെ കത്തിച്ചു കളയുന്ന രീതിയാണ് ഇൻസിനറേറ്റർ. ഡിവൈസ് ഇൻസിനറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ അവശേഷിക്കുന്ന ഫൈനൽ പ്രോഡക്റ്റ് ആണ് ഇൻസിനറേറ്റർ ആഷ് എന്ന് പറയുന്നത്. അത് ഹൈലി എന്താണ്? ഹസാഡസ് ആയിട്ടുള്ള ഒരു വേസ്റ്റ് ആണ് ഇൻസിനറേറ്റർ ആഷ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? കേൾക്കുന്നില്ല മാം, സൗണ്ട് ഇടയ്ക്ക് പോകുന്നുണ്ട്. ഓക്കെ, എന്താണ് ഇൻസിനറേറ്റർ ആഷ്? എന്താണ് ഇൻസിനറേറ്റർ? ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് വേസ്റ്റുകളെ ബേൺ ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇൻസിനറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻസിനറേറ്ററിലൂടെ കടന്നു പോകുന്ന വേസ്റ്റിന്റെ വോളിയം ഫൈനലി എന്താകുന്നുണ്ട്? കുറയുന്നുണ്ട് അല്ലെ? ചിലത് ലിക്വിഡ് ഫോമിലോട്ട് മാറും, ചിലത് എന്താണ്? ആഷ് ഫോമിലോട്ട് മാറും. അങ്ങനെ വേസ്റ്റിന്റെ ക്വാണ്ടിറ്റി കുറയുന്നുണ്ട്, വോളിയം കുറയുന്നുണ്ട്. ആ ഇൻസിനറേറ്ററിൽ അവശേഷിക്കുന്ന ഫൈനൽ പ്രോഡക്റ്റ് ആണ് ഇൻസിനറേറ്റർ ആഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇൻസിനറേറ്റർ ആഷ് എങ്ങനെയുള്ളതാണ്? ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റാൻസസ് ആണ് ഇൻസിനറേറ്റർ ആഷ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഏതാണ്? നെക്സ്റ്റ് ഒരു ടേബിൾ കണ്ടോ? അതിന്റെ താഴെയായിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് റീഡ് ചെയ്യണം. അതേപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 1998 റൂൾസ് പറയുന്നുണ്ട്. ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്. ഈ 3 ടോപ്പിക് എന്താണ്? റീഡ് ചെയ്തിട്ട് വരണം. നമ്മളിത് ഓൾറെഡി മാനേജ്മെന്റ് സ്പില്ലേജ് വേസ്റ്റ് ഇല്ലേ, അതിൽ പഠിച്ചതാണ്. എന്തൊക്കെയായിരിക്കാം? വേസ്റ്റിനെ ഏത് രീതിയിലാണ് സെഗ്രിഗേറ്റ് ചെയ്യേണ്ടത്? ഓരോന്നിനും ഓരോ പ്രത്യേക കണ്ടെയ്നർ ഉണ്ട്, ഓർക്കുന്നുണ്ടോ? ലേബിൾഡ് ചെയ്ത കണ്ടെയ്നറിലായിരിക്കണം, കളർ കോഡ് അനുസരിച്ചായിരിക്കണം വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. അത് തന്നെയാണ് ഇതിൽ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വരണം. ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ് മാം, ക്ലിയർ ആണ്. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ മാം, താങ്ക് യു.